എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്, ഇല്ലാത്ത ആരുമില്ല. എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. ചിലരുടെ ഏറ്റവും വലിയ ഫ്രണ്ട് വാപ്പായും മോനും നടക്കണണ്ട, ഉമ്മായും മോളും നടക്കണണ്ട, ഫ്രണ്ട്സുകൾ നടക്കണ പോലെ. കൂടപ്പുറപ്പുകൾ തമ്മിൽ പടച്ചവനെ അവര് നടക്കണണ്ട, എന്താണ് ചങ്ങായിമാരെ പോലെ സഹോദരൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും ഫ്രണ്ട്സുകളെ പോലെ ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ചെറുപ്പക്കാർ പറയുന്നത് ഇവൻ എന്റെ ചങ്കാടാന്ന് പറയണേ. കരളും ചങ്കും കൂമ്പും തലച്ചോറൊക്കെ അങ്ങനെയൊക്കെ പേര് ഇല്ല. എല്ലാവരും കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നത് എന്തിനാ? വെറുതെ അല്ലല്ലോ ഒരാളെ. അതുകൊണ്ടാണ് ഇപ്പൊ കൂട്ടുകാരെവിടെ എത്തിയെന്ന് പറഞ്ഞ ആണിന് ആണിനോട് കൂട്ടുകൂടിയാ പോരാ, ഇപ്പൊ ആണിന് പെണ്ണിനോടാ കൂട്ട, പെണ്ണ് ആണിനോട്. അങ്ങനായി ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ അവരെ അവർക്ക് വേണ്ടി ഒരു ദിവസം തന്നെയുണ്ട്, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. എന്തിനാ ചങ്ങാതി കൂട്ടുകാരനെ തെരഞ്ഞെടുക്കുന്നത്? ഈ കൂട്ടുകാരനെ കൊണ്ട് വെറുതെ ഒന്നും അല്ലല്ലോ. നീ ഒരാളെ ഫ്രണ്ട്സാക്കുമ്പോൾ അതിലൂടെ നീ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം ഇവൻ എന്റെ കൂടെ ഉണ്ടാകണം എല്ലാ സാഹചര്യത്തിലും. പ്രത്യേകിച്ച് എനിക്ക് സന്തോഷമുള്ള സമയത്തല്ല, എനിക്ക് പ്രയാസമുള്ള സമയത്ത്. അതുകൊണ്ട് ആ പഴയ ആൾക്കാർ പറഞ്ഞത്, പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ മാത്രമാ. പണുണ്ടോ, അധികാരമുണ്ടോ, ആരോഗ്യമുണ്ടോ, ആള് കൂടെ ഉണ്ടോ, ഒന്നുമില്ലേ, എത്തിയം വെറുതെ കിടക്കണ പോലെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇവൻ എന്റെ കൂടെ ഉണ്ടാകണം. ആത്മാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയുന്നത് നിന്റെ പ്രയാസത്തിന്റെ സമയത്ത് വല്ല സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം അപ്പൊ ചോദിച്ചു നോക്ക്, അറിയാം യഥാർത്ഥ കൂട്ടുകാരനെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും, അത് വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, കുടുംബക്കാരാകട്ടെ, കൂടെ പഠിച്ചവരാകട്ടെ, എത്ര സ്നേഹിച്ചാലും, നമ്മൾ എത്ര ചങ്കാണെന്ന് പറഞ്ഞാലും, ഞങ്ങൾ എന്റെ കൂടപ്പുറപ്പിനേക്കാൾ എനിക്ക് സ്നേഹം എന്റെ ഫ്രണ്ടിനെയാണെന്ന് പറഞ്ഞാലും, മോനെ, ഇവരെല്ലാവരും നിന്നെ പിരിയുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്, നിനക്കറിയാം. നീ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും അവരെല്ലാവരും നിന്നെ കൈയൊഴിയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാ ദിവസം നിന്നെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകുന്ന ഒരു ദിവസമുണ്ടെന്ന മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. ഈ നിരന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരും ഇന്ന് വയത് കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോയി നിന്റെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങി. നാളെ ഇവിടത്തെ പള്ളിയിലെ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ തീർന്നു പോയെന്ന് പള്ളിയിൽ വിളിച്ചു പറയുകയാണ്. പടച്ചവനെ, നാട്ടുകാരും ബന്ധുക്കളും കൂടപ്പുറപ്പുകളും കൂട്ടുകാര് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിന്നെ ചുമന്നു കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് പടച്ചവനെ, മനോഹരമായി ഉമ്മ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി പടച്ചവനെ അതാ ചൂടുവെള്ളത്തിൽ നിന്നെ കുളിപ്പിക്കുകയാണ്. അവിടുന്ന് ഉതുപെടുപ്പിക്കുകയാണ്. അവിടുന്ന് കുഞ്ഞുങ്ങളെ താങ്ങിയെടുത്തു കൊണ്ടുവരുന്നത് പോലെ വീടിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് ഒരുക്കി കെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് 3 കഷ്ണം തുണിയുടെ മുകളിലേക്ക് നിന്നെ കിടത്തിയിട്ട് അതാ നിന്റെ മൂക്കിന്റെ ദ്വാരത്ത്, നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അതാ സുഗന്ധം പരട്ടിയ പഞ്ഞി അതാ അവരെടുത്ത് വെക്കുകയാണ്. എന്നിട്ടതാ മയ്യത്തങ്ങ് പൊതിയാന് 3 കഷ്ണം തുണിയിലേക്ക് നിന്നെ പൊതിയുകയാണ്. അതാ പൊതിയാ തുടങ്ങുമ്പോ നിന്റെ കുടുംബക്കാര് വിളിച്ചു പറയുന്നു, കാണേണ്ടവരൊക്കെ കണ്ടോ, കാണേണ്ടവരൊക്കെ കണ്ടോ, ഇതാ പൊതിയാ പോകുകയാണ്. നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീട്ടിലെ വല്ലാത്ത തിരക്കാട്, പെങ്ങളെ നിന്നെ കാണാൻ വല്ലാത്ത തിരക്കാട്. എല്ലാവരും നിന്നെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ കുടുംബക്കാര് തന്നെ വിളിച്ചു പറയുന്നു, കണ്ടതൊക്കെ
മതി പൊതിഞ്ഞുകൊള്ളാൻ. എന്തൊരു ധൃതിയെന്നറിയോ? നിന്റെ ഭർത്താവും നിന്റെ വാപ്പയും നിന്റെ കൂടപ്പുറപ്പും നിന്റെ കൂട്ടുകാരും നിന്റെ കുടുംബക്കാര് അവര് വിളിച്ചു പറയുകയാണ്, കണ്ടതൊക്കെ മതി പൊതി, ഇത് പള്ളിയിൽ കൊണ്ടുപോയി കുടിച്ചിടണമല്ലോ. അവസാനം അല്ലാഹുവേ അവിടുന്ന് 3 കഷ്ടമ തുണിയിലങ്ങ് പൊതിയുകയാ. ഇന്ന് മരണ വീട്ടിൽ 3 കഷ്ടമ തുണിയിൽ മയ്യത്ത് പൊതിഞ്ഞിട്ട് ആ തലയുടെയും കാലിന്റെയും ഭാഗത്ത് ആ തഥാ തുണി ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നത് കണ്ടാൽ ചാക്കിന്റെ അകത്ത് എന്തോ സാധനങ്ങൾ നിറച്ചിട്ട് കെട്ടുന്നത് പോലെയാ. അതുപോലെ വരിഞ്ഞു മുറുക്കി അങ്ങ് കെട്ടി പള്ളിയിൽ നിന്ന് നിന്റെ വീടിന്റെ മുന്നിൽ ബെൻസല്ല കൊണ്ടുവച്ചിരിക്കുന്നത്. കോടിപതിയാണെങ്കിലും പടച്ചവനെ ഒരേ ഒരു മോഡല്, മാറുന്നതിനനുസരിച്ച് മയ്യത്ത് കെട്ടിലും മാറാറില്ല. വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് ഡ്രൈവറും വേണ്ട, എണ്ണയും വേണ്ട, എസിയും വേണ്ട. അതിലേക്ക് എന്നിട്ട് 6 പേരാ മയ്യത്ത് കെട്ടിൽ തോളിലേക്ക് ഉയർത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ കൊട്ടാരത്തിൽ നിന്ന് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ അവിടെ വെച്ച് തീർന്നടാ പെണ്ണുങ്ങളുമായിട്ടുള്ള സർവബന്ധങ്ങളും. അവിടെ വെച്ചെല്ലാ ഫ്രണ്ട്ഷിപ്പും കഴിഞ്ഞു. അവിടെ നിന്ന് കുറെ പേര് ചുമന്നിവിടത്തെ പള്ളിയിൽ കൊണ്ടുവന്നു. ഹതീബ് കയറി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് മയ്യത്ത് കട്ടിലിന്റെ അകത്ത് നിന്ന് നിന്റെ ജനാസ എടുത്തു. അതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുകയാണ്. പടച്ചവനെ, കോടികളെ ചെലവില്ലാത്ത, ലക്ഷങ്ങളെ ചെലവില്ലാത്ത ഓസിന് വെട്ടിത്തരുപടാ. 5 പൈസയും കൊടുക്കാതെ പള്ളിപ്പറമ്പിൽ ഓസിന് വെട്ടിയിട്ടിട്ടുണ്ടൊരു കബറ്. ഒരു വ്യത്യാസവുമില്ല. നീളത്തിലും വലുപ്പത്തിലും മാത്രം ആളിന്റെ അനുസരിച്ച് വ്യത്യാസം, അതല്ലാതെ ഒന്നുമില്ല. 2 പേര് കബറിന്റെ അകത്തിറങ്ങി. ആ കബറിന്റെ അകത്തേക്ക് നിന്റെ ജനാസയങ്ങ് താങ്ങിയെടുത്ത് താഴേക്ക് വെച്ചു. 3 കെട്ടുകൾ അടിച്ചു മാറ്റി കിബിലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു. കബറിന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മകനെ വിട്, എവിടെ ഈ മനുഷ്യന്റെ മകനെ വിട്? എന്തിനാടാ മോനെ? ഒരു പിടി മണ്ണ് വാരിത്താടാ. നിന്റെ ഉമ്മയുടെ കബളിന്റെ താഴെ വെക്കാനാട്, നിന്റെ വാപ്പയുടെ കബളിന്റെ താഴെ വെക്കാനാട്. ഒരു പിടി മണ്ണ് വാരി കബളിന്റെ താഴെ വെച്ചു. പിന്നെ പലക നിരത്തുകയാണ്. പിന്നെ പലകയങ്ങ് നിരത്തുകയാണ്. അതാ 2 പേര് കബറിന്റെ അകത്ത് നിന്ന് മുകളിലേക്ക് കയറി പലക നിരത്തി അവസാനത്തെ പലകയും എടുത്ത് വെച്ചു. പിന്നെ കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്ന സമയമാ. സുബ്ഹാനല്ലാഹ്. ഇന്ന് പള്ളിപ്പറമ്പിൽ കബറിന്റെ അകത്തേക്ക് മണ്ണ് വാരിയിടുന്നത് കണ്ടാൽ എന്തോ മത്സരം നടക്കുന്നത് പോലെയാ. എന്തോ മത്സരം നടക്കുന്നത് പോലെയാ. മോനെ, വെറുതെ എല്ലടാ മണ്ണ് വാരിയിടാൻ പറഞ്ഞത്. നിനക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പിടിമണ്ണ് വാരി ഇന്ന് കബറിന്റെ അകത്തിടുന്ന കണ്ട എന്തോ ഓണപ്പരിപാടി നടക്കണമല്ലോ. വാരിയിട്ട് ഏറാ 3 പിടി മണ്ണ് വാരിയിട്ടു. അവസാനം 4 ഭാഗത്ത് നിന്ന് മണ്ണൊക്കെ അങ്ങോട്ട് വാരി അങ്ങോട്ട് കൂട്ടി. പിന്നെ ഒരടയാളം വെക്കണം തലയിലും കാലിലും. ഏത് മോനാടാ വാപ്പായ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയപ്പോ വീട്ടിൽ നിന്ന് തൈ കൊണ്ടുപോയത്? ഏതെങ്കിലും ഒരു മകൻ, ഞാൻ എല്ലാരെയും കുറ്റപ്പെടുത്തുന്നില്ല, വാപ്പാടെ ഉമ്മാടെയും മയ്യത്ത് കബറടക്കാൻ പോയപ്പോ പൈസ കൊടുത്തിട്ടോ നിന്റെ വീട്ടിൽ നിന്ന് ചെടി അടിച്ചോണ്ട് പോയതാരാ? ഇല്ല. സമയമാകുമ്പോ അടുത്തവന്റെ ഒടിക്കലാ, മോഷണം. നിനക്ക് അനുവാദം തന്നൊക്കെ പറയും കിടക്കുന്നവൻ. എടാവ, ഞാൻ എന്റെ വാപ്പാടെ നെഞ്ചിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ചെടി ഒടിക്കാൻ നിനക്കാരവകാശം തന്നു? ഇല്ല, നീ ചോദിക്കത്തില്ല. മോഷണം നടത്തിയിട്ട് നെഞ്ചത്തോട് കുത്തിവെക്കും. എന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും അസ്സലാമ അസ്സലാമു അലൈക്കും യാ ദാറഖുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. താറ്റയും കൊടുത്തിട്ട് തിരിച്ചു പോകും. നമ്മുടെയൊക്കെ ഗതിയിത. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. എന്റെ സഹോദരൻ, നിങ്ങൾ ചിന്തിക്ക്. കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവിടെയല്ലേ വേണ്ടത്? ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ സഹായം വേണ്ടത് അവിടെയാ. കാരണം നീ കിടക്കുന്നത് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത്. കരണ്ട് ഉണ്ടോടാ മോനെ? പച്ച മണ്ണിലടാ. ഒരു മിന്നാമിനുങ്ങിയുടെ വെളിച്ചം പോലുമില്ല. അല്ലാഹുവേ, ആരാ കൂട്ടുള്ളത്? ആ പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്ത് കൊണ്ടുവന്ന് നിന്നെ ഇട്ടിട്ട് നിന്നെ സ്നേഹിക്കുന്നവർ മുഴുവനും തിരിച്ചു പോകുമെങ്കിൽ പിന്നെ എന്തിനാ അവരെ സ്നേഹിക്കുന്നത്?
യഥാർത്ഥത്തിൽ നിനക്ക് അവിടെയല്ലേ സഹായം വേണ്ടത്? സിറാജ് 33 കൊല്ലം കൊണ്ട് ജീവിക്കുന്നു. ഞാൻ ദുനിയാവി ജീവിക്കുമ്പോ എന്റെ കൂടെ എല്ലാരും ഉണ്ട്, വാപ്പായും ഉമ്മായും ഭാര്യയും മക്കളും കുടുംബക്കാരും. ഇനി പരലോകത്ത് എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല, അവിടെയും ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി ഞാൻ സ്വർഗത്തിലാണെങ്കിൽ അവിടെയും ആൾക്കാരുണ്ട്, ഞാൻ നരകത്തിലാണെങ്കിൽ മഅദല്ലാഹ് കാക്കട്ടെ അവിടെയും എന്റെ കൂടെ ആളുണ്ട്. പക്ഷെ സിറാജ് ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരു സ്ഥലം അത് പള്ളിപ്പറമ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് പള്ളിപ്പറമ്പിലെ ഖബറ. അപ്പൊ സിറാജിന് കൂട്ടുകാരെ വേണ്ടത് അവിടെയാണ്. എനിക്ക് അവിടെ കൂട്ടുകാരായി വരണം, അവനെയാ ഞാൻ കൂട്ടുകാരനാക്കേണ്ടത്. എന്നാൽ എല്ലാവരും നമ്മളെ കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് നിന്നെ തിരിഞ്ഞു നോക്കാതെ പോകുന്നവനാണോ കൂട്ടുകാരൻ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ ഒരു ചങ്ങാതി പറയാറുണ്ട്, ഉസ്താദെ എൻ്റെ ഉമ്മായും വാപ്പായും എനിക്ക് ജീവനാ ഉസ്താദെ. ഏത് മകനാ പള്ളിപ്പറമ്പിലുള്ള?